ഹലോ, ഇന്നും കാൽനട യാത്രയിലാണ്. ഇന്ന് വന്നത് കുറച്ച് പഴയ കാല ഓർമ്മകൾ പങ്കുവെക്കാനാണ് കേട്ടോ. ഇന്ന് വന്ന് എന്താണെന്ന് വെച്ചാൽ, പഴയകാല ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പെരുന്നാളൊക്കെ വരില്ലേ, പെരുന്നാളൊക്കെ വരുമ്പോൾ പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചോറ്, സാദാ ചോറ്, മോരുകറി, ഇഞ്ചിക്കറി, പയറുപ്പേരി, പച്ച പയറുപ്പേരി, ഇറച്ചിക്കറി ഉണ്ടാവും. പിന്നെ അതിൽ സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടാവുക, ഉണക്കസ്രാവ് വറുത്തത്. ഉണക്കസ്രാവ് വറുത്തത് അന്ന് സ്പെഷ്യലാട്ടോ ഉണ്ടാവുക. ഉണക്കസ്രാവ് വറുത്തിട്ട് അതുണ്ടാവും. പിന്നെ പപ്പടം ഒക്കെ ഉണ്ടാവും ഉച്ചക്ക്. അതൊക്കെ കഴിച്ചൊരു 11 മണിയാകുമ്പോഴത്തേനും അതൊക്കെ കഴിച്ച് വേഗം തിന്ന് കുളിച്ചൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് 1 കിലോമീറ്റർ താണ്ടി പോവും. എങ്ങോട്ടാണെന്നറിയോ? സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ തിയേറ്ററിലേക്കല്ല കേട്ടോ, തിയേറ്ററിലൊക്കെ ഒന്നും അന്ന് പോയില്ലായിരുന്നു. 1 കിലോമീറ്റർ താണ്ടി പോയിട്ട് അവിടെ ഒരു നായന്മാരുടെ വീടുണ്ടായിരുന്നു. ഒരു നായന്മാരുടെ വീടാണ്, നായന്മാരെ തോന്നുന്നു, ഇനി ക്രിസ്ത്യൻസാണ്, മുസ്ലിമല്ല. അവിടെ പോയിട്ട് സിനിമ കാണാൻ പോകും. അതായത് ദൂരദർശൻ്റെ ഹിന്ദി സിനിമകളൊക്കെ ഉണ്ടാവും ദൂരദർശനിൽ പകലൊക്കെ. അത് കാണാൻ പോവും. പിന്നെ അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ നടന്ന് എൻജോയ് ചെയ്ത് വരുമായിരുന്നു അന്നൊക്കെ. 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്ററൊക്കെ നടന്ന് പോവും. എല്ലാവരും കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ കൂടി പോയി ഈ പാടത്തൊക്കെ വരുമായിരുന്നു കേട്ടോ. അന്നത്തൊക്കെ ഈ പാടത്തൊക്കെ വരും. അവിടെയൊക്കെ കളിക്കും. വൈകിട്ട് 6 മണിയായാലേ വീട്ടിൽ കയറുള്ളൂ. വീട്ടിലുള്ളവർ അന്വേഷിക്കില്ല, എവിടെ പോയി എന്നൊന്നും അന്വേഷിക്കില്ല. പെരുന്നാളല്ലേ, ഫ്രീ ആയിട്ട്. അന്ന് മാത്രം സ്വാതന്ത്ര്യമുള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് ചായ കുടിക്കാനും ഒന്ന് കറങ്ങിയിട്ട് വരാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അന്ന് അങ്ങനെയൊന്നുമില്ല. അന്ന് ആ പെരുന്നാളിൻ്റെ അന്ന് മാത്രം. നോമ്പ് പെരുന്നാളാണെങ്കിൽ 2 ദിവസം, ഹജ്ജ് പെരുന്നാളാണെങ്കിൽ 4 ദിവസം. അതൊരു സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നൊരു ദിവസമാണ്. അന്നൊക്കെ അവിടെയൊക്കെ പോയിട്ട് കളിച്ച് രസിച്ചൊക്കെ വരും. ഇന്നത്തെ കുട്ടികളിലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കുക, പിന്നെ വേഗം ഡ്രസ്സ് മാറി കളിക്കാൻ വേണ്ടി പോവുക, അങ്ങനെയൊന്നും ഇന്നത്തെ കുട്ടികളിലൊന്നും കാണുന്നില്ല. ബന്ധുവീടുകളിലൊക്കെ അവർക്ക് എപ്പോഴേലും സൗകര്യപ്പെടുമ്പോൾ പോകും എന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ വല്ല ടൂർ പോകണം, അങ്ങനെയൊക്കെ ഇന്നുള്ളൂ. എന്നാലും ഇന്നത്തെ കുട്ടികളിൽ പണ്ടത്തെ കുട്ടികളൊക്കെ അതൊരു നല്ല ഓർമ്മകളാണ്. അതൊക്കെ മിസ്സിങ് ആണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് കിട്ടണില്ല. ആ ഒരു സന്തോഷം ഒന്നും ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടണില്ല.